കേരള എയ്ഡഡ് ഹയർ സെക്കൻഡറി ടീച്ചേഴ്സ് അസോസിയേഷൻ്റെ 26ാം സംസ്ഥാന സമ്മേളനം 2025 ജനുവരി 17-18 ദിവസങ്ങളിൽ എറണാകുളത്ത് വെച്ച് നടക്കുകയാണ്. KHSTയെ സംബന്ധിച്ചിടത്തോളം 25 വർഷങ്ങളായി ഹയർ സെക്കൻഡറി മേഖലയിലെ സജീവ സാന്നിധ്യമായി എന്നും പ്രതിപക്ഷത്ത് നിന്നുകൊണ്ട് പോരാടുന്ന ഒരു ഗവൺമെൻറ് രജിസ്റ്റേർഡ് സംഘടനയാണ്. ഒന്നുകൂടി വൃത്തിയായിട്ട് പറഞ്ഞാൽ ഒരു നോൺ പൊളിറ്റിക്കൽ ഓർഗനൈസേഷനാണ്. സംഘടനയുടെ ഒരു രാഷ്ട്രീയം എന്ന് പറയുന്നത് ഹയർ സെക്കൻഡറി മേഖലയിലെ കരിക്കുലവും അതുപോലെ തന്നെ ഞങ്ങളുടെ കുട്ടികളും അധ്യാപകരെ ബാധിക്കുന്ന അല്ലെങ്കിൽ അധ്യാപകരും പാഠ്യപദ്ധതിയും ഒക്കെ തന്നെയാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ഒരു പൊളിറ്റിക്സ് എന്ന് പറയുന്നത്. 26 വർഷമായി ഞങ്ങൾ നോൺ പൊളിറ്റിക്കൽ ഓർഗനൈസേഷനായിട്ട് മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. 2 ദിവസങ്ങളിലായിട്ടാണ് സമ്മേളനം എറണാകുളത്ത് നടക്കുന്നത്. ജനുവരി 17 വെള്ളിയാഴ്ച അധ്യാപകനിൽ വെച്ചിട്ടാണ് പതാക ഉയർത്തലും അതുപോലെ തന്നെ വിദ്യാഭ്യാസ മേഖലയിലെ സെമിനാറുകളും നടക്കുന്നത്. എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ഹയർ സെക്കൻഡറി മേഖലയുടെ ഏകീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ, ഖാദർ കമ്മിറ്റി റിപ്പോർട്ടുകൾ എല്ലാം വലിയ വിഷയങ്ങളായിട്ട് മാധ്യമ സുഹൃത്തുക്കൾക്കൊക്കെ അറിയുന്ന പോലെ തന്നെ ചർച്ച നടക്കുന്നുണ്ട്. ആ മേഖലയുമായി ബന്ധപ്പെട്ട വിഷയം തന്നെയാണ് ഈ പ്രാവശ്യത്തെ സെമിനാറിലേക്ക് ഞങ്ങൾ കൊണ്ടുവരുന്നത്. അടുത്ത ദിവസം 18-ാം തീയതി ശനിയാഴ്ച ആശീർഭവനിൽ വെച്ചാണ് നമ്മളുടെ പൊതുസമ്മേളനം നടക്കുന്നത്. ഉദ്ഘാടകനായി എത്തുന്നത് കേരളത്തിലെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് VD സതീശൻ അവറുകളാണ്. അതുപോലെ തന്നെ MLA വിജയ് വിനോദ് അദ്ദേഹവും സമ്മേളനത്തിൽ സാന്നിധ്യമുണ്ട്. അതുപോലെ കാലടി സർവകലാശാലയുടെ VC KK ഗീതാകുമാരി മാഡം നമ്മളുടെ യാത്രയപ്പ് സമ്മേളനങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ പ്രതിഭകളെ ആദരിക്കുക എന്ന് പറയുന്ന PhDയും അതേപോലുള്ള അവാർഡുകളെല്ലാം വാങ്ങിയ അധ്യാപക സുഹൃത്തുക്കളെ ആദരിക്കുന്ന ഒരു സെക്ഷൻ കൂടി നമ്മൾ 18-ാം തീയതി ചെയ്യുന്നുണ്ട്. കേരള എയ്ഡഡ് ഹയർ സെക്കൻഡറി ടീച്ചേഴ്സ് അസോസിയേഷൻ്റെ 26ാം സമ്മേളനം നടക്കുമ്പോൾ കാലിക പ്രസക്തമായ ഒട്ടേറെ വിഷയങ്ങൾ ഹയർ സെക്കൻഡറി മേഖലയുമായി ബന്ധപ്പെട്ട് ഈ ഘട്ടത്തിൽ ഉയർത്തേണ്ടതുണ്ട്. KHST എന്ന് പറയുന്ന സംഘടന കേരളത്തിലെ എയ്ഡഡ് ഹയർ സെക്കൻഡറി മേഖലയിൽ പ്രവർത്തിക്കുന്ന, സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന റെക്കഗ്നൈസ്ഡ് അധ്യാപക സംഘടനയാണ്. അപ്പോൾ അതിനെ ഒട്ടേറെ വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട ഒട്ടേറെ വിഷയങ്ങൾ ഉന്നയിക്കാനുണ്ടെങ്കിലും പ്രധാനമായി 5 വിഷയങ്ങളാണ് ഞങ്ങൾ ഈ സമ്മേളനം മുന്നോട്ട് വയ്ക്കുന്നത്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ടത് ഹയർ സെക്കൻഡറി ഇല്ലാതാക്കുന്ന ഖാദർ കമ്മിറ്റി പരിഷ്കാരങ്ങൾ സർക്കാർ നിർത്തിവെക്കണം എന്നുള്ളതാണ്. അതിൻ്റെ 2 ഘട്ട റിപ്പോർട്ടിനും സർക്കാർ അംഗീകാരം നൽകി കഴിഞ്ഞു. കേരള വിദ്യാഭ്യാസ നിയമം ഭേദഗതി ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. എങ്കിൽ പോലും ഹയർ സെക്കൻഡറിയുടെ സ്വതന്ത്രമായ നിലനിൽപ്പ് അത് ആവശ്യമാണ്. 91 മുതൽ കേരളത്തിൽ ഹയർ സെക്കൻഡറി മേഖല പ്രവർത്തിക്കുന്നത് ഇന്ന് കാണുന്ന രീതിയിലേക്ക് എയ്ഡഡ് ഗവൺമെൻറ് മേഖലയിൽ ഹയർ സെക്കൻഡറി കൈവരിച്ചിട്ടുള്ള ഒട്ടേറെ നേട്ടങ്ങളുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയ കാരണം എന്ന് പറയുന്നത് ഹയർ സെക്കൻഡറി സ്വതന്ത്രമായ ഡയറക്ടറേറ്റിന് കീഴിൽ പ്രവർത്തിച്ചു എന്നുള്ളതാണ്. അത്തരത്തിൽ സ്വതന്ത്രമായ ഹയർ സെക്കൻഡറിക്ക് പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം അതേസമയത്ത് പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ കീഴിൽ തന്നെ സ്വതന്ത്രമായി പ്രവർത്തിക്കുന്നതിനുള്ള ഒരു അവസരം ഉണ്ടാവണം. അതല്ലാതെ -2 മുതൽ +2 വരെ ഏകീകരിച്ചുകൊണ്ടുള്ള ഖാദർ കമ്മിറ്റി ശുപാർശ നടപ്പാക്കുകയാണെങ്കിൽ കേരളത്തിൽ പൊതുവിദ്യാഭ്യാസത്തിൻ്റെ ഗുണനിലവാര തകർച്ചയ്ക്ക് അത് കാരണമാകും. പൊതുവിദ്യാഭ്യാസ മേഖലയിലുള്ള കൊഴിഞ്ഞുപോക്കിന് അത് കാരണമാകും എന്നുള്ളത് പൊതുവേ എല്ലാവരും ഉയർത്തിയ വിഷയമാണ്. പക്ഷേ ഗവൺമെൻറ് അതിൽ വളരെ നിക്ഷിപ്ത താല്പര്യത്തോടുകൂടി മുന്നോട്ട് പോകുന്നു. അപ്പോൾ ആ ഒരു നിലപാടിൽ നിന്ന് സർക്കാർ പിന്നോക്കം പോകണം. സ്വതന്ത്രമായ ഹയർ സെക്കൻഡറി നിലനിർത്തണം എന്നുള്ളതാണ്. എന്നിട്ട് പൊതുവിദ്യാഭ്യാസത്തെ ശക്തിപ്പെടുത്തണം എന്നുള്ളതാണ് KHSTയെ മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട ഒരാവശ്യം. 3 തൊട്ട് നടപ്പാക്കിയ പങ്കാളിത്ത പെൻഷൻ പുനരാലോചിക്കും, അത് പിൻവലിക്കുമെന്നുള്ള വാഗ്ദാനം നൽകിക്കൊണ്ടാണ് 2016 ഗവൺമെൻറ് അധികാരത്തിൽ വന്നത്.
2016 അധികാരത്തിൽ വന്ന ഗവൺമെൻറ് ഒരു കമ്മിറ്റിയെ മുന്നോട്ട് വെച്ചു. പക്ഷേ 2021 തുടർഭരണം കിട്ടി. ആ സർക്കാരും ഇപ്പോൾ അതിൻ്റെ കാലാവധി പൂർത്തിയാക്കാൻ ഒരുങ്ങും പോലും ആ വാഗ്ദാനം പാലിക്കപ്പെട്ടില്ല. കാരണം 2013 UDF സർക്കാർ ഏറ്റവും വലിയ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഒരു പങ്കാളിത്ത പെൻഷൻ നടപ്പാക്കിയപ്പോൾ അതിനെതിരെ സമരം നയിച്ചിരുന്ന ഇടതുപക്ഷ സംഘടനകൾ ഇവിടെയുണ്ട്. അതിന് പിന്തുണ നൽകിയ ഇടതുപക്ഷ മുന്നണിയുണ്ട്. പക്ഷേ ആ മുന്നണിക്ക് 2 ഘട്ടത്തിൽ അധികാരത്തിൽ കിട്ടിയിട്ടും സ്വാഭാവികമായിട്ട് ആ പങ്കാളിത്ത പെൻഷൻ ഇപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ളത് നമുക്ക് അംഗീകരിക്കാൻ വയ്യാത്ത ഒരു കാര്യമാണ്. പിന്നെ ഹയർ സെക്കൻഡറി മേഖലയായിട്ട് സവിശേഷമായ പ്രത്യേകമായിട്ടുള്ള കാര്യമാണ് നമ്മുടെ ഈ പറയുന്ന ജൂനിയർ അധ്യാപക വിഷയം എന്ന് പറയുന്നത്. ജൂനിയർ അധ്യാപക പ്രശ്നത്തിന് ഹയർ സെക്കൻഡറിയുടെ ആരംഭകാലം തൊട്ട് തന്നെ അതിന് പഴക്കമുണ്ട്. അപ്പം ജൂനിയർ അധ്യാപകർ സ്വാഭാവികമായിട്ട് ഹൈസ്കൂളിൽ പാർട്ട് ടൈം അധ്യാപകർ 5 വർഷം കഴിയുമ്പോൾ ഫുൾ ടൈം അധ്യാപകരായി മാറും. അതുപോലെ ഹയർ സെക്കൻഡറി മേഖലയിൽ ജൂനിയർ അധ്യാപകർ 5 വർഷം കഴിയുമ്പം സീനിയർ തസ്തികയിൽ അപ്ഗ്രേഡ് ചെയ്യപ്പെടണം എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രധാനപ്പെട്ട ആവശ്യം. അത് എയ്ഡഡ് മേഖലയിലും ഗവൺമെൻറ് മേഖലയിലും ആ വിഷയമുണ്ട്. പിന്നെ ക്ഷാമബത്ത കുടിശ്ശിക ഇന്ന് എല്ലാവരും ചർച്ച ചെയ്യുന്ന വിഷയമാണ്. 19% ക്ഷാമബത്ത കുടിശ്ശികയായിട്ടാണ് ഈ ഗവൺമെൻറ് പോകുന്നത്. ശമ്പള പരിഷ്കരണം 2019 നടപ്പാക്കിയെങ്കിലും അതിൻ്റെ ഏതെങ്കിലും കുടിശ്ശികയോ അർഹിച്ച ക്ഷാമബത്ത കുടിശ്ശികയോ ഇതുവരെ സർക്കാർ വിതരണം ചെയ്യുകയോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു തീയതി പോലും ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. അതേസമയത്ത് 2024 കഴിഞ്ഞ് 25 ആവുന്നു. പുതിയൊരു ശമ്പള കമ്മീഷനെ നിയമിക്കേണ്ട കാലയളവായി. അതും ഞങ്ങൾ സമ്മേളനം മുന്നോട്ട് വെക്കുകയാണ്. ഗവൺമെൻറ് പുതിയ ശമ്പള കമ്മീഷനെ നിയമിക്കണം. ശമ്പള പരിഷ്കരണം അതിൻ്റെ മുൻകാല പ്രാബല്യത്തോടുകൂടി 5 വർഷം പൂർത്തിയായ മുറയ്ക്ക് ആ ഒരു മുൻകാല പ്രാബല്യത്തോടുകൂടി ശമ്പള പരിഷ്കരണം നടപ്പാക്കണം എന്നുള്ളതാണ് ആവശ്യം.